സായി ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സായി ഗ്രാമത്തിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് നമുക്കറിയാം. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതേക്കുറിച്ച് ഇന്ന് പറയാൻ കാരണം സായി ഗ്രാമത്തിന്റെ ഫൗണ്ടറും അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ KN ആനന്ദകുമാർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാനുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരുപാട് വിഷയങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, സായി ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ, ഒരുപക്ഷെ മണിക്കൂറുകളോളം നമുക്ക് പറയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. 25 വർഷം മുൻപ് ഇത്തരത്തിലൊരാശയം, അതായത് ഇപ്പോൾ നിരവധി പദ്ധതികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വൃദ്ധർക്ക് വേണ്ടിയിട്ട്, വൈകല്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ നിരവധി പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 25 വർഷം മുൻപ് ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് അത് മനസ്സിൽ കണ്ടപ്പോൾ എന്തായിരുന്നു തുടക്കം? യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. 9 വയസ്സുള്ളപ്പോൾ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത്, നിന്റെ മുമ്പിൽ ആര് നിന്ന് വന്ന് കരഞ്ഞാലും നിനക്ക് കരയാൻ സാധിക്കണം. ഈ ഒരു വിത്താണ് വളർന്ന് വടവൃക്ഷമായത്, യാതൊരു സംശയവുമില്ല. പിന്നെ അത് ഭഗവാൻ ബാബയായിട്ടുള്ള ഒരു അടുപ്പവും അനുഭവവും എല്ലാമായപ്പോൾ അത് കൂടുതലായിട്ട് ജ്വലിച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഈ ഒരു പദ്ധതി മുന്നോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ അബ്ദുൽ കലാം സാർ പോലും പറഞ്ഞത്, ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇത്തരം വിപുലമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു രീതിയിലുള്ള ഗ്രാൻഡോ ഫണ്ടോ ഒന്നും ഗവൺമെന്റിൽ നിന്നും സ്വീകരിക്കാതെ ഉള്ളൊരു പദ്ധതി അല്ലെങ്കിൽ ആ രീതിയിൽ വിഭാവനം ചെയ്തിരിക്കുകയാണ്. അത് ടിൽ ഡേറ്റ് അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നത്? അല്ല, ഒന്ന് ആദ്യം ഇതിൻ്റെ ആയുഷ്കാല ചെയർമാൻ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോനായിരുന്നു. അദ്ദേഹം എൻ്റെ അങ്കിളും കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ബോർഡ് മീറ്റിങ്ങിൽ തന്നെ ഈ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യനും കൂടിയാണ്. ഒരുപാട് പ്രിൻസിപ്പലുള്ള ആ രീതിയിലുള്ള ജഡ്ജിമാരൊക്കെ എനിക്ക് തോന്നണില്ല ഈ കാലഘട്ടത്തിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തീരുമാനിച്ചൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ 1 രൂപയും മേടിക്കരുത് എന്നുള്ളതാണ്. അത് അദ്ദേഹം അവതരിപ്പിച്ച ആശയം. സത്യസായി ബാബയും അങ്ങനെയാണ്. സത്യസായി ബാബയും എല്ലാം അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. സത്യസായി ബാബ 41 ലക്ഷം ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ട് സത്യസായി ബാബ അതിൻ്റെ കീ ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സത്യസായി ബാബയാണെങ്കിലും കൊടുത്തു മാത്രമേ പരിചയമുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അതേ പള്ളിക്കൂടത്തിലാണല്ലോ ഞങ്ങളൊക്കെ പഠിച്ചത്. സത്യസായി ബാബയുടെ അടിസ്ഥാനമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയത്. ഈ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് വിദ്യ, ധനം, പിന്നെ പദവി, എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് സത്യസായി ബാബ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയത് തന്നെ. 1996 ആരംഭിച്ചു. ഇപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അതിൻ്റെ രജത ജൂബിലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു. അപ്പം അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ അങ്ങ് അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്, പെരുവഴിയിൽ തറക്കല്ലിട്ടു ഈ സായി ഗ്രാമത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു പല പ്രതിസന്ധികളും ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ബാബു പോൾ സാറിനെ തന്നെ ഇതിൻ്റെ ഒരു ആനിമേറ്റഡ് വേർഷൻ കാണിക്കാൻ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ തോന്നുന്നു. ബാബു പോൾ സാർ ഞങ്ങളുടെ അഡ്വൈസറി ചെയർമാനായിരുന്നു ഒരുപാട്. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ സായി മഹിമ എന്ന് പറഞ്ഞൊരു മുഖപത്രമുണ്ട്, എല്ലാ മാസവും ഇറങ്ങുന്ന. അതിൽ എഡിറ്റോറിയൽ എഴുതിയ അവസാനം വരെ അദ്ദേഹമാണ് എഴുതിയത്. അപ്പോൾ ഈ ഒരു ആശയമായിട്ട് ബാബു പോൾ സാറിനെ ആദ്യം തന്നെ ഞാനൊരു ക്രിസ്മസ് ഫംഗ്ഷന്, നമ്മൾ കൗടിയാർ ഗാർഡൻസിൽ ഒരു 1200 രൂപ വാടക കെട്ടിടത്തിൽ 5 കുട്ടികളെയും കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. അപ്പോൾ ആ സമയത്ത് ബാബു പോൾ സാറിനെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു 10-15 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കാനുണ്ടായ കാരണം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മതാതീത ആധ്യാത്മികതയുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് വളരെയധികം അടുക്കുന്നത് എന്ന് പറഞ്ഞു. സത്യസായി ബാബയുടെ സിദ്ധാന്തവും അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല.
അപ്പോൾ വകുപ്പുൽ സാറിനെ ഞാൻ ഈ സായിഗ്രാം എന്ന് പറഞ്ഞ നേരത്തെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിലോട്ട് തന്നെ ചെന്നാൽ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു എന്ന് മാത്രമല്ല, അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉണർന്നിരുന്നു കൊണ്ട് ഉറങ്ങാതെ സ്വപ്നം കാണുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതൊരു പൂർണ്ണതയിൽ എത്തി എന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടായത്. ബാബുൽ സാറിന് ഇതിൻ്റെ അനിമേഷൻ കാണിച്ചു. അപ്പോൾ ഒന്നും ആയിട്ടില്ല, സ്ഥലമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ കാണുന്ന സ്വപ്നത്തിനെ സംബന്ധിച്ച് ഒരു അനിമേഷൻ ഉണ്ടാക്കി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചത്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് മിക്കവാറും സായിഗ്രാമത്തിലുള്ള വലിയ പരിപാടികളിലൊക്കെ സാറ് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സാറ് മിക്കവാറും എനിക്ക് തോന്നുന്നൊരു 8 or 9 തവണ സാറ് പ്രസംഗിച്ചിട്ടുണ്ട്. ആനന്ദകുമാർ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു അനിമേഷൻ കൊണ്ട് കാണിച്ചു. ഞാനാണെങ്കിൽ സാംസ്കാരിക വകുപ്പിൽ സെക്രട്ടറി ആയിരുന്ന ആളായത് കാരണം പല രീതിയിലുള്ള ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യനെ ഉപദ്രവിക്കാത്ത, മനുഷ്യന് ശല്യമുണ്ടാക്കാത്ത ഒരു ഭ്രാന്താണ് ആനന്ദകുമാറിന് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു. പക്ഷേ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്ന് വകുപ്പ് സാറ് പറഞ്ഞാണ്, ഞാൻ സായിഗ്രാമത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല സായിഗ്രാമം ഇത്രയും വിപുലമായി ഇവിടെ എത്തി എന്നുള്ളത്. അവസാന അദ്ദേഹം മരിക്കണതിന് മുമ്പ് 2 മാസം മുമ്പുള്ള ഒരു ഫംഗ്ഷന് പോലും അദ്ദേഹം ഇത് പ്രസംഗിച്ചായിട്ട് ഓർക്കുന്നു. അതുപോലെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് സ്ഥലം കണ്ടെത്തി നമ്മൾ അതിന് വേണ്ട ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിലും ഒക്കെയുള്ള ഒരു പ്രശ്നവും പിന്നെ തറക്കല്ലിടുന്നതിലുള്ള ഒരു പ്രതിസന്ധിയും അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ സ്ഥലം കണ്ടെത്തി 2 വർഷം അന്വേഷിച്ചിട്ടാണ് സ്ഥലം കണ്ടെത്തിയത്. തോന്നയ്ക്കൽ കുമാരനാശാനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പാണ്ഡവൻ മല എന്ന് പറഞ്ഞൊരു മല ഏകദേശം 25 ഏക്കർ ഞങ്ങൾ മേടിക്കുകയാണ്. അപ്പോൾ സ്ഥലം മേടിക്കുവാനായിട്ട് ഈ അന്നും 1200 രൂപ വാടക കെട്ടിടങ്ങൾ, പല കെട്ടിടങ്ങളിലായിട്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ, ബോർഡിന് പോലും ചിന്തിക്കാൻ പറ്റൂല. പക്ഷെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത്. പിന്നെ എന്താണെങ്കിലും അതൊരു ഈശ്വര സാക്ഷാത്കാരമായിട്ട് തീർന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്ഥലം മേടിക്കാനായിട്ട് 2 കോടി രൂപ കാനറ ബാങ്കിൽ അപേക്ഷിച്ചപ്പോൾ അത് അവർ ഈ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള ഡിലേ ഉണ്ടായി. ആ സമയത്താണ് എൻ്റെ സുഹൃത്തായ സുനിൽ ഗവാസ്കർ, സായി ഭക്തനും കൂടിയാണ്, അദ്ദേഹം ഡേറ്റ് തരുന്നു തറക്കല്ലിടാനായിട്ട്. ഞങ്ങളങ്ങനെ തറക്കല്ലിടാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ സുനിൽ ഗവാസ്കർ 27 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യമുള്ളത് കാരണം ഞങ്ങളൊരു 10-15,000 ആളുകളെ പ്രതീക്ഷിക്കുന്നു. വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ് സായിഗ്രാമം. അന്നത്തെ സായിഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഇതൊരു സീറോ ലാൻഡായിരുന്നു. ഒരു സാധാരണ രീതിയിൽ എന്താണ് പറഞ്ഞത്, തെരുവിലുള്ള തെരുവുനായ്ക്കൾ പോലും കയറി കിടക്കാത്തൊരു സ്ഥലമായിരുന്നു സത്യം പറഞ്ഞാൽ സായിഗ്രാമം. അപ്പോൾ നമ്മൾ ലോൺ വൈകി ഡേറ്റ് പ്രകാരം നടത്തണം. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെടുക്കാൻ ഞാൻ പോയി പറഞ്ഞു, ഒരു പന്തലിടണം, വൈകുന്നേരം അഴിച്ചു മാറ്റിക്കോളാം, ഒരു 10-15,000 ആളുകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റൂല സാറേ, സാറ് സ്വപ്നം കണ്ടതിലൊന്നും തെറ്റൊന്നുമില്ല, പക്ഷെ ഇത് നടക്കില്ല സാറേ. 4 തവണ ഞങ്ങൾക്ക് തന്ന അഡ്വാൻസിൻ്റെ തുക പറഞ്ഞ പ്രകാരം കരാറ് തെറ്റിച്ചു, പിന്നെ ഇത് സാറെങ്ങനെ നടത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താണെങ്കിലും അത് ഈശ്വരൻ നിശ്ചയിക്കട്ടെ നടക്കണ കാര്യമൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു സഹായം ചെയ്യണമെന്ന് വെച്ചാൽ അവർ തന്നില്ല സ്ഥലം, അവരിൽ തെറ്റ് പറയാൻ പറ്റൂല. എന്താണെങ്കിലും ഈ 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ടാണ് ഞങ്ങൾ റോഡ് ഉണ്ടാക്കിയത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പെരുവഴിയിലാണ് തറക്കല്ലിട്ടത്, ആ റോഡിലാണ് തറക്കല്ലിട്ടത്. റോഡിൽ തന്നെ പന്തലിട്ടു. 10-12,000 ആൾക്കാർ പങ്കെടുത്ത് വലിയൊരു പരിപാടിയായിരുന്നു. ക്ഷണിക്കാതെ പോലും ഒരു ഹൈക്കോടതി ജഡ്ജി പോലും പങ്കെടുത്തായിട്ട് ഞാൻ ഓർക്കുന്നു, തോട്ടത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്. അപ്പം അങ്ങനെ അത് നടന്നു. അതിന് ശേഷമാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ. അതിനെക്കുറിച്ച് ഞാൻ ഒറ്റ വാക്ക് പറയുമ്പോൾ അന്നത്തെ DGP ലോ ആൻഡ് ഓർഡർ ആയിരുന്ന ബാലസുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം സായിഗ്രാമത്തിലൊരു പരിപാടിക്ക് വന്നു. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മോളിൽ ഇങ്ങനെ ഏതോ ഒരു പ്രൊജക്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്ക ചോദിച്ചു, ആനന്ദകുമാർ ഹൗ മച്ച് യു സഫേർഡ്, ആദ്യത്തെ സെൻറ്റൻസ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ഐ നോ ദിസ് ഈസ് കേരള. അപ്പം ഈ 2 സെൻറ്റൻസിൽ ഞാനെല്ലാം അവതരിപ്പിക്കുന്നു. ഒരുപാട് സഫർ ചെയ്ത് സാർ പറഞ്ഞതുപോലെ ആദ്യം സ്ഥലം കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരുമില്ലാത്തൊരു തരിശ് ഭൂമി പോലെ കിടന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനും പുറത്തേക്ക് പോകേണ്ടാത്തൊരു അവസ്ഥയിൽ എല്ലാ രീതിയിലും ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഗ്രാമം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ വിവിധ പദ്ധതികൾ എന്തൊക്കെയാണ്? 63ഓളം പ്രോജക്ട്സ് അവിടെ മാത്രമായിട്ട് നടക്കുന്നുണ്ട്, 140ഓളം അല്ലാതെ. ഏറ്റവും സമുന്നതമായിട്ട് പറയുമ്പോൾ ഇതൊരു ഗ്രാമസ്വരാജിലൂടെ സഞ്ചരിക്കുന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സായിഗ്രാമത്തിൻ്റെ ഓരോ ഇഞ്ചും
വളരെ എഫർട്ട് എടുത്ത് പ്ലാൻ ചെയ്തതാണ്. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊന്നുമല്ല. ഈച്ച് ആൻഡ് എവരി ഇഞ്ച് ഈസ് വെൽ പ്ലാൻഡ് എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും. ഇന്നും അതിലൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, സായി നാരായണല എന്നാണ് ക്യാൻറ്റീൻ്റെ പേര്. ക്യാൻറ്റീൻ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങി. ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും പോരാഞ്ഞിട്ട് രണ്ടാമതും വെച്ചു. ക്യാൻറ്റീനിൽ സായിഗ്രാമത്തിൽ ആര് വന്നാലും അവരുടെ ID കാണിച്ചാൽ സൗജന്യമായിട്ട് താമസിക്കാം, ആര് വന്നാലും ഭക്ഷണം കൊടുക്കും, ആര് വന്നാലും വിദ്യാഭ്യാസം സൗജന്യമാണ്, ആർക്കും വൈദ്യം സഹായമാണ്. അവിടെ ബാബയുടെ വാക്കുകളാണ്, വിദ്യയും വൈദ്യവും വെള്ളവും ഒന്നും കച്ചവടം ചെയ്തെന്ന് ബാബ പഠിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മോണ്ടസോറി തുടങ്ങി IAS അക്കാഡമി വരെയുണ്ട്. 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊന്നും കാഷ് കൗണ്ടറില്ല. ജയകുമാർ സാറാണ് IAS അക്കാഡമിയുടെ ചെയർമാൻ. സാറും പലവണ ചോദിച്ചു, അനന്തകുമാർ ഇത് ഇത് നടത്തും, ഇത് നമ്മളെല്ലാം നടത്തണത്, ഈശ്വരനാണ് നടത്തുന്നത്, അത് തന്നെ സംശയമില്ല എന്നുള്ള രീതി. ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വിശ്വാസമൊന്ന്, പിന്നെ നമ്മളൊക്കെ പഠിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആ പ്രിൻസിപ്പിൾ, അത് നമ്മൾ എന്ത് സംഭവിച്ചാലും അതിനൊരു കോട്ടം തട്ടാതെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ള ചെറിയ കാര്യമല്ല. സത്യം പറയുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല, പക്ഷെ സത്യം അനുസരിക്കുക എന്നുള്ളത് അതിലും കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. സത്യസായി ബാബ പഠിപ്പിച്ചത് ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഇന്നും അതെ. ഞങ്ങൾക്ക് ഒരുപക്ഷെ കോടികൾ കടമുണ്ട്. 150 കോടി രൂപയുടെ അസറ്റുകൾ ട്രസ്റ്റിനുണ്ടെങ്കിലും അതുപോലെ ലയബിലിറ്റീസും ഉണ്ടല്ല. അതുപോലെയല്ല, ഞങ്ങൾക്ക് ക്യാഷ് ലയബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇന്നും ഇതിൽ നിന്നും ഒരു അണു മാറ്റം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് പരമാസത്യം. അപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റിനെ കുറിച്ച്, സായുജ്യം പദ്ധതി, അത് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ ആ ഒരു പദ്ധതി ആരംഭിക്കാൻ തന്നെ ഒരു കാരണമുണ്ടായിരുന്നു. അത് ആ ഒരു ഇൻസിഡന്റ് നമുക്ക് പറയാം. സായി ട്രസ്റ്റിൻ്റെ ഇപ്പം 140ഓളം പദ്ധതികൾ, സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള എന്നാണ് പാരന്റൽ ഓർഗനൈസേഷൻ്റെ പേര്. 140-ലധികം പദ്ധതികൾ കേരളത്തിലുണ്ട്. ഓരോ പദ്ധതികൾക്കും ഓരോ സന്ദർഭങ്ങളുണ്ടാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അതിശയമായിട്ട് ഞാൻ തിരിഞ്ഞു പുറകോട്ട് നോക്കുമ്പോൾ തോന്നുന്നത്. ഈ സായുജ്യം വൃദ്ധസദനം എനിക്ക് തോന്നുന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ ഒരു വൃദ്ധൻ തുണിയില്ലാതെ കിടക്കുന്ന ഒരു മാതൃഭൂമിയിൽ ഒരു പടം വന്നു. അത് വലിയൊരു ഇഷ്യൂയായി. നിയമസഭ നിർത്തിവെച്ചിട്ട് ചർച്ച ഉണ്ടായതായിട്ടാണ് എൻ്റെ അറിവ്. എന്തായാലും നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ഇത് കണ്ട ഉടനെ എന്താണെങ്കിലും ജനറൽ ആശുപത്രി 9-ാം വാർഡിൽ നിന്ന് 9 പേര് എടുക്കണം എന്നുള്ളൊരു തീരുമാനം. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് 24 മണിക്കൂറിനകം മലയൻകീഴ് ഞങ്ങളൊരു വീട് വാടകയ്ക്കെടുത്ത് ഈ സംഭവം അറിഞ്ഞ് പിറ്റേ ദിവസം 24 മണിക്കൂറിനകം ഞങ്ങൾ 9 പേരെ ഞങ്ങളുടെ ആംബുലൻസിൽ മലയൻകീഴ് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി സായുജ്യം എന്ന പേരിൽ ഒരു വൃദ്ധസദനം ആരംഭിച്ചു. ആ സായുജ്യം വൃദ്ധസദനമാണ് സായി ഗ്രാമത്തിലെ ആദ്യത്തെ സ്ഥാപനം. അത് SP ബാലസുബ്രഹ്മണ്യമാണ് ഉദ്ഘാടനം ചെയ്തത്. അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, അവരാണ് അധ്യക്ഷം വഹിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഞങ്ങളൊരു കണ്ണൂർ കല്ലിക്കണ്ടിയിൽ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ ഒരു പൂർണ്ണചന്ദ്രൻ്റെ കഥ എല്ലാവരും കേട്ട് കാണിക്കും. ഒരു അമാവാസി ആയിരുന്നു അന്ന്. അമാവാസിയാണ് അന്ന് പ്രാർത്ഥന പാടിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം SP ബാലസുബ്രഹ്മണ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനൊരു വലിയ സിംഗറാകും ആനന്ദ് കുമാർ, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സംഗീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സംഗീതം കോളേജിൽ വിട്ടു, സംഗീതം പഠിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സായി ഗ്രാമത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇവന് ജോലി കൊടുക്കാമെന്ന്. പക്ഷേ കൃത്യമായിട്ട് അവൻ പഠിച്ച കോളേജിൽ ആ മഹാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജോലി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം തെരുവിൽ ആക്രി പറക്കിക്കൊണ്ടിരുന്ന പയ്യനാണ് അമാവാസിയെ പൂർണ്ണചന്ദ്രനാക്കി. പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ പേര് പോലും പേരിട്ടത് P. ഗോവിന്ദപിള്ളയാണ്. അങ്ങനെ ഒരു പേര് വേണമെന്ന് സജസ്റ്റ് ചെയ്തത് എൻ്റെ സഹധർമ്മിണിയാണ്. ഗോവിന്ദപിള്ള സാറാണ് പൂർണ്ണചന്ദ്രൻ ഒരു ക്യാമ്പിൽ വെച്ച് പേരിട്ടു. എന്താണെങ്കിലും പൂർണ്ണചന്ദ്രൻ ഇപ്പോൾ 35,000 രൂപ ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഒരു തെരുവ് കുട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി മാറി എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ചരിത്രമാണ്. അതെ. ഇപ്പോൾ സഹധർമ്മിണിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് രാജാ രവിവർമ്മ എന്ന മഹാനായ
ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ചിത്രകാരൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഏത് രീതി, അദ്ദേഹത്തിൻ്റെ ചെറുമകളാണ് ഭാര്യയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു? കാരണം മട്ടാഞ്ചേരിയിലാണ് കുട്ടിക്കാലം മുഴുവൻ കഴിച്ചു വിട്ടത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യമാണ് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേക്കുറിച്ചും കൂടെ നമുക്കൊന്ന് പറയാം. അതെ, ഞാൻ ജനിച്ചത് മട്ടാഞ്ചേരിയിലാണ്, കൂവപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മട്ടാഞ്ചേരിയിലെ TD ഹൈസ്കൂൾ, തിരുമല ദേവസ്വം ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം. കൊച്ചിൻ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചത് എറണാകുളത്താണ്. വിവാഹശേഷമാണ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തത്. വിവാഹം രാജാ രവിവർമ്മയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറായിട്ടുള്ള വിനിത എന്ന് പറഞ്ഞാണ്. അവരും ചിത്രകാരിയാണ്. ലോകമെമ്പാടും പലതലത്തും എക്സിബിഷൻ വച്ചിട്ടുണ്ട് അവർ, പെയിൻറ്റിങ്. ആ വിവാഹത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് കുടിയേറി പാർക്കുന്നത്. പിന്നെ 3 പെൺകുട്ടികളാണ്. മൂത്തത് ട്വിൻസ്, അവരെ ഒന്ന് ഐശ്വര്യ സായുജ്യ, ഒരാൾ ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു, ഒരാൾ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു. ഇളയ മോള് നാഷണൽ ലോ സ്കൂളിൽ നിന്ന് LLB പാസ്സായി. 1 വർഷം കൂഞ്ഞ് എന്ന് പറഞ്ഞൊരു NGOയിൽ വർക്ക് ചെയ്തു. നേരത്തെ തന്നെ അവൾ തീരുമാനിച്ചിരുന്നു, അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് പോയപ്പോൾ, ക്യാമ്പസ് സെലക്ഷന് പോയപ്പോൾ ഇവൾ പോയില്ല. കാരണം അവൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചത് സായി ഗ്രാമത്തിനും നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. സാധാരണ നാഷണൽ ലോയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മാസശമ്പളം 2 ലക്ഷം രൂപയാണ്. അതുപോലും ഉപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ കൂടെ കൂടിയിരിക്കുന്നതാണ്, എൻ്റെ കൂടെ കൂടിയിരിക്കുന്നതാണ്. ശമ്പളമില്ലാത്ത ജോലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ അമ്മ എത്ര വേണമെങ്കിൽ പഠിപ്പിക്കും, പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സാലറി ഒന്നും ഞാനും എടുക്കുന്നില്ല, അങ്ങനെ ആർക്കും കൊടുക്കാനായിട്ടുള്ള വകുപ്പില്ല. മറ്റ് കൺസൾട്ടേഷൻ മുഖാന്തരമൊക്കെ നിന്റെ കാര്യങ്ങൾ കണ്ടുകൊള്ളുക. വളരെ സന്തോഷമായിട്ട് കുടുംബവും അതിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ സായി ഗ്രാമത്തിലെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ച്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം യുണൈറ്റഡ് നേഷൻസും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ അങ്ങേ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ റിസർച്ചിനെ കുറിച്ച്. എങ്ങനെയാണിത് നടപ്പിലാക്കുന്നത്, അതും ഫ്രീ ആയിട്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 1 രൂപ പോലും വാങ്ങിക്കാതെ ഇത്രയധികം ആൾക്കാർക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതൊരു 14 വർഷത്തിന് മുമ്പ്, അതും 2005 എൻ്റെ ഓർമ്മ. അന്നത്തെ രാഷ്ട്രപതി അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 1 രൂപ മേടിക്കാതെ ഡയാലിസിസ്. ഞാൻ പറഞ്ഞു, സാറിന് ആശുപത്രി വന്ന് കാണാം. അന്ന് അതൊരു വലിയ യാത്രയായിരുന്നു, എല്ലാമതെ ഒരു കഠിനമായ യാത്രയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ അഫ്ര എന്ന് പറഞ്ഞ്, കൊച്ചിയിലുള്ള കൂട്ടുകാരൻ രോഗം ബാധിച്ചു കിടപ്പിലായി. അങ്ങനെ അയാളെ പോയി കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. എന്താണെങ്കിലും അന്ന് അഫ്രയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊരു സൗജന്യ ഡയാലിസിസ് സെൻ്റർ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അഫ്ര പറഞ്ഞു, രാഷ്ട്രപതിയൊക്കെ സംസാരിക്കുന്ന കാര്യം അനന്തകുമാർ സംസാരിക്കില്ല, അന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആരംഭിച്ചത് മെഷീൻ വാടകയ്ക്കെടുത്ത്, പിന്നെ ലക്ഷ്മി ആശുപത്രി ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം, അതിനാവശ്യമുള്ള സ്ഥലമെല്ലാം ഫ്രീ ആയിട്ട് തന്നു, സൗകര്യം ഏർപ്പെടുത്തി തന്നു. അവിടെ നിന്ന് ആരംഭിച്ച ഒരു ഡയാലിസിസ് സെൻറ്റർ യഥാർത്ഥത്തിൽ വളർന്ന് പന്തലിച്ചു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇന്ത്യ ഹോസ്പിറ്റലിലാണ് അന്ന് തുടങ്ങിയത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഭാട്ടിയ എന്ന് പറഞ്ഞൊരു ഗവർണറായിരുന്നു. ഗവർണർ ഉദ്ഘാടനത്തിന് സായി ഗ്രാമത്തിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം 1 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടാണ് വന്നത്. അത് ഞങ്ങളെ വളരെയധികം അതിശയിപ്പിച്ചു. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഏകദേശം 7ഓളം ഡയാലിസിസ് സെൻറ്റർ കേരള ഗവൺമെൻറ്റിൻ്റെ ജില്ലാ ആശുപത്രികളിൽ ഞങ്ങളും കൂടെ സഹകരിച്ചിട്ടാണ് നടക്കുന്നത്. ഡയാലിസിസ് സെൻറ്റർ സ്ഥാപിച്ചത് ഞങ്ങളാണ്. 7ഓളം ജില്ലാ ആശുപത്രികൾ, കൂടാതെ നിരവധി ആശുപത്രികൾ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ ഏകദേശം മാർച്ച് ഏപ്രിൽ ആയപ്പോൾ 4 ലക്ഷം ഡയാലിസിസ് പൂർത്തീകരിച്ചു. അപ്പോൾ ഇതെങ്ങനെയോ അറിഞ്ഞിട്ടാണ് WHO-യും UN-ഉം ഒക്കെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ഇപ്പോൾ അടുത്ത മാസം ക്ഷണിച്ചിരിക്കുന്നതാണ് ഡൽഹിയിലേക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വാണ്ട് ടു ഇംപ്ലിമെൻറ്റ് ഇൻ അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മളെങ്ങനെ ഇത് സക്സസ്ഫുൾ ആക്കി, ഈ പ്രൊജക്റ്റ് എങ്ങനെ സക്സീഡ് ചെയ്തു, അതിൻ്റെ വിശദ വിവരങ്ങൾ വേണം, ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസ് വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അതൊരു ലോക ചരിത്രത്തിലെ ലോക റെക്കോർഡായിട്ട് മാറിക്കഴിഞ്ഞു. അതും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ,
ഒരു 2 മെഷീൻ വാടകയ്ക്ക് എടുത്ത് തുടങ്ങിയ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഏകദേശം 40-ലധികം മെഷീൻസ് ഉണ്ട്. ഒരു മെഷീൻ 6 ലക്ഷത്തിലധികം രൂപ വില വരും. അത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലാണോ? അതെ അതെ, ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ പാലക്കാടാണ് ആദ്യം ആരംഭിച്ചത്. ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു NGOയും ഒരു ആരോഗ്യ മന്ത്രാലയവും കൂടി ഒരുമിച്ച്, അതായത് കേരളത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒരു NGOയും കൂടെ ഒരുമിച്ച് തുടങ്ങിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ആ ഒരു ആശുപത്രി തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു NGOയും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒന്നിച്ച് യോജിച്ചുകൊണ്ട് ഒരു പരിപാടി തുടങ്ങുന്നത്. എന്താണെങ്കിലും പാലക്കാട് ജില്ലാ ആശുപത്രി, കോട്ടയം ജില്ലാ ആശുപത്രി, ഇടുക്കി ജില്ലാ ആശുപത്രി, ഹരിപ്പാട് ആശുപത്രി, അട്ടപ്പാടിയിൽ, പിന്നെ അങ്ങനെ ഏകദേശം 6 ജില്ലാ ആശുപത്രി തുടങ്ങി. ഇവിടെ എല്ലായിടത്തും ക്യാഷ് കൗണ്ടർ വയ്ക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതേസമയം ഗവൺമെൻറ് നടത്തുന്ന മെഡിക്കൽ കോളേജിലും മറ്റ് ജില്ലാ ആശുപത്രികളിലും എല്ലാം പണം മേടിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തമായ സംഭവമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും 300 രൂപ അടച്ചാലേ ഡയാലിസിസ് കിട്ടുള്ളൂ. ഇപ്പം ഏറ്റവും പുതുതായിട്ട് നമ്മുടെ ആറ്റിങ്ങൽ ഞങ്ങൾ 1.25 കോടി രൂപയുടെ കെട്ടിടം പണിത് ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചു. സാധാരണ രീതിയിൽ ഒരു കെട്ടിടം സത്യസായി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ ഗവൺമെൻറ് അനുവദിക്കില്ല. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ വളരെ സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആരോഗ്യമന്ത്രി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും അനന്തകുമാറെ നിങ്ങൾ കെട്ടിടം പണിതോളൂ, ഡയാലിസിസ് സെൻ്റർ തുടങ്ങിക്കോളൂ, ഞാൻ പരിപൂർണ അനുമതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും മഹത്തായ ഒരു മനസ്സുള്ള ആരോഗ്യമന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് ആശുപത്രിയിലും കൂടെ തുടങ്ങി. അപ്പോൾ 6 ഗവൺമെൻറ് ആശുപത്രികളിൽ ഞങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ മറ്റ് ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് തന്നെ സംയുക്തമായിട്ട് അട്ടപ്പാടിയിൽ ആദിവാസി മേഖലകളിൽ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും കുറേ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ആ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അട്ടപ്പാടിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ആദ്യം അവിടെ തുടങ്ങിയത് ഒരു കമ്പ്യൂട്ടർ സെൻ്ററാണ്. ആദിവാസികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുക. അതൊരു 10 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 100-150ഓളം ആദിവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള, ടഫാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവരെ 150ഓളധികം ആളുകളെ ഇത് പഠിപ്പിച്ചു. പിന്നെ സാധാരണ ആളുകൾക്കും അതിനകത്ത് അഡ്മിഷൻ ഉണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10-400 പേർക്ക് അത് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇത്രയും വർഷം കൊണ്ട്, ആദിവാസികൾ ഉൾപ്പെടെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ തുടങ്ങിയത് അവിടെയുള്ള മുഴുവൻ സ്കൂളുകളിലും ശുദ്ധജലം വിതരണം ചെയ്യാനായിട്ട് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടൊരു ഏർപ്പാട് തുടങ്ങി. മൂന്നാമതായിട്ട് ഞങ്ങൾ ആരംഭിച്ചത് വാഴക്കൃഷി. അതായത് ഒരു കാരണവശാലും ഗിരിവർഗ ആദിവാസി ആളുകൾ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അവരുടെ ഭൂമി അവർ ലീസിന് ചെയ്യും, അല്ലെങ്കിൽ നിസ്സാര തുകയ്ക്ക് അത് ആർക്കെങ്കിലും സബ്ലെറ്റ് ചെയ്യും. ആ ഭൂമിയിൽ അവർ കൃഷി ചെയ്ത് കൊയ്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു ചരിത്രമുള്ളത്. പക്ഷേ ഞങ്ങൾ ആദിവാസി കോളനിയായ താഴെ മഞ്ചിക്കണ്ടി എന്ന് പറഞ്ഞൊരു കോളനി ഞങ്ങൾ 10 വർഷമായിട്ട് അഡോപ്റ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ കക്കൂസും കുളിമുറിയും കെട്ടിക്കൊടുത്തു. അപ്പം നമ്മൾ വേറെ ഒന്ന് ചിന്തിക്കുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഈ കക്കൂസും കുളിമുറിയും കെട്ടിക്കൊടുത്തിട്ട് അത് ഉപയോഗിക്കുവാനായിട്ട് 4500 രൂപ ശമ്പളത്തിന് ഞങ്ങൾ ആളെ നിർത്തി. അപ്പം നമ്മുടെ എന്താണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ അവരെ കൊണ്ട് ഇപ്പോൾ വാഴക്കൃഷി 5000ഓളം വാഴ നടിയിച്ച് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഇവർ ഒരു പ്രത്യേക വിഭാഗമാണല്ലോ. അവരിപ്പോൾ പറഞ്ഞ പോലെ രാവിലെ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്, മുറുക്കാനും ചെവിച്ച്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ സ്ത്രീകളും, നമ്മളത് പറയാൻ പാടില്ല, അവരുടെ ഒരു ഭാഗമായി മാറി മദ്യപാനവും മറ്റു കാര്യങ്ങളുമെല്ലാം. എന്താണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് അവർ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വിജയിച്ചാൽ ഇതൊരു തീർച്ചയായിട്ടും വലിയൊരു എക്സാമ്പിളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ സായി ഗ്രാമത്തിലും ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ട് തന്നെ, അതല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ? സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ട് ആവശ്യമുള്ള വെള്ളം ഞങ്ങളുടേതായിട്ട് തന്നെ സായി ഗ്രാമത്തിൽ കിണറുകളുണ്ട്, കുളമുണ്ട്, ബോർവെയിലും ഉണ്ട്. പിന്നെ പാല് ഞങ്ങളുടെ ഗോകുലത്തിൽ ഞങ്ങൾക്ക് 40-45 ലിറ്റർ പാല് ഒരു ദിവസം ആവശ്യമുണ്ട്. അതിനുള്ള പശുക്കളെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിലേക്ക് പൂക്കൾ ആവശ്യമുണ്ട്. അതിനൊരു 50% പൂക്കൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ചന്ദനത്തിരി ഈ അമ്മൂമ്മമാരൊക്കെ അവരുടെ സമയം കിട്ടണനുസരിച്ച് ചന്ദനത്തിരി ഉണ്ടാക്കുന്നു. ക്ഷേത്രത്തിൽ ചന്ദനത്തിരി അത് അകറ്റിക്കുന്നത്.
പിന്നെ കുട്ടികൾ സോപ്പ് തേക്കുന്നത് ഈ അമ്മൂമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സോപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാത്റൂം കഴുകാനുള്ള ഫിനോയിൽ അതും അവരുണ്ടാക്കുന്നു. അങ്ങനെ ആവശ്യമുള്ള നെൽകൃഷിയുണ്ട് ഞങ്ങൾക്ക്. ഒരു 6 മാസത്തേക്കുള്ള അരിക്കുള്ള നെല്ല് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി അതുപോലെ തന്നെ ഒരു 25% ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 70% അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ സ്വയം പര്യാപ്ത ഗ്രാമത്തിൻ്റെ. ഈ സായി നാരായണാലയം എന്ന് പറഞ്ഞ ക്യാൻറ്റീൻ 4 കോടി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് വരെ ഒരു ഗ്യാസ് സിലിണ്ടർ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രം. എല്ലാം ബയോഗ്യാസും ഫയർവുഡും. ഞങ്ങളുടെ അതിൻ്റെ അകത്ത് 25 ഏക്കർ ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന വിറക് ബയോഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് പാചകം നടത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിനും അത് 100% ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ താമസിക്കുന്നവർക്കും അല്ലെ വരുന്നവർക്കും ഒക്കെ ജൈവ പച്ചക്കറിയും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി കാരണം ഒരു 90% എല്ലാ പ്രോജക്ട്സും ഏകദേശം അവിടെ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് സ്വപ്നമായിട്ടുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ ഇനി നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഒരു സൗജന്യ ആശുപത്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താണെങ്കിലും ഈ 2020 ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ വർഷം ആ ആശുപത്രി ലോകത്തിലെ 3ാമത്തെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ആശുപത്രിയാണ്. 2 എണ്ണം സത്യസായിബാബ നടത്തുന്നുണ്ട്, പുട്ടപർത്തിയിലും ബാംഗ്ലൂരും. ഇത് 3ാമത്തെ ആശുപത്രി ആയിരിക്കും. എന്താണെങ്കിലും ഈ വർഷം തുടങ്ങുന്നുള്ള പരിപൂർണ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2020 എല്ലാവരുടെയും സ്വപ്നങ്ങളും ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരുപാട് സ്വപ്ന പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കട്ടെ. ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് ആശിച്ചു പോകുന്നു. ഏറെ സന്തോഷം ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പങ്കുവെച്ചു. സായി ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ സാധിച്ചതിലും ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ സാധിച്ചതിലും സന്തോഷവും ഒപ്പം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.